എല്ലാവർക്കും നമസ്കാരം. എജ്യുപോർട്ടിൻ്റെ +2 യൂണിറ്റ് എക്സ്പ്ലനേഷൻ ഷോർട്ട് വീഡിയോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ അടുത്ത ഏകകമായിട്ടുള്ള മൂന്നാമത്തെ ഏകകത്തിലെ 3 പാഠങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. കാലാതിവർത്തിനി കല എന്നതാണ് ഈ പാഠം, 7ാമത്തെ ചാപ്റ്റർ. ഇതിന് എന്താ പറയുക, പത്മശ്രീ PK നാരായണ നമ്പ്യാർ ആശാനുമായിട്ട് കുറച്ച് കുട്ടികൾ നടത്തുന്ന ഒരു സംഭാഷണമാണ്. അപ്പോൾ ഇതിലാദ്യം കൂടിയാട്ടത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു ടിപ്പണി ലേഖനമായിട്ട് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഈ കൂടിയാട്ടം എന്നത്. അതിൻ്റെ മലയാള പരിവർത്തനം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കുക വീഡിയോ പോസ് ചെയ്തിട്ട്. ദശരൂപങ്ങൾ ഏതൊക്കെയാണ് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദശരൂപങ്ങളെ പറ്റിയും ചിലപ്പോൾ ചോദിക്കാം, 10 രൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം, അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണം ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. കുട്ടികൾ ചോദിക്കുന്നു, ഈ സുഖമല്ലേ ചോദിക്കുന്നു. അദ്ദേഹം തിരിച്ച് സുഖമാണ്, വിശേഷം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. കൂടിയാട്ടത്തെ പറ്റി അവർ ചോദിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം എന്ന് അദ്ദേഹം പറയുകയാണ്. യുനെസ്കോ ആദ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ള കലയാണ് കൂടിയാട്ടം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യത്തിന് ഇങ്ങനെ അദ്ദേഹം ഇന്നും ഈ കല നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് യുനെസ്കോ നൽകിയതെന്ന് പറയുന്നു. അടുത്തത്, ഈ കലയിൽ മാത്രമാണോ സംസ്കൃതമുള്ളത് ചോദിക്കുന്നു. അല്ല, എന്താണ്, കൃഷ്ണനാട്ടത്തിലും സംസ്കൃതമുണ്ട്, കൃഷ്ണനാട്ടവും സാംസ്കൃത് ആർട്ട് ഫോമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഇനി അടുത്തത് എന്താണ്, കൂടിയാട്ടത്തിൻ്റെ ആസ്വാദനത്തിന് ജനങ്ങൾ ഉത്സുകരാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അധികം ഇല്ല എന്ന് പറയുന്നത്, വളരെ കുറവാണ് ആൾക്കാർ കൂടിയാട്ടം ആസ്വദിക്കുന്ന ആൾക്കാർ. ഓക്കെ, പക്ഷെ വിദേശ രാജ്യങ്ങളുമൊക്കെ ഇതുണ്ട് എന്ന് പറയുന്നു. അടുത്ത എന്താണ്, വിദേശീയർക്ക് എന്താണ് പ്രതിപത്തി എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താണ് അതിൽ പറയുകയാണ്, അവർ കുറേ റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അതുകൊണ്ട് വിദേശീയർക്ക് ഇവിടുത്തെ കലകളൊക്കെ നല്ല താല്പര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ കേരളത്തിൽ കൂടിയാട്ടം പഠിക്കാനുള്ള അവസരം എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ കേന്ദ്രീയ നാടക അക്കാദമിയിലാണ് ഈ കേരളത്തിന്, അതേപോലെ വേറെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടിയാട്ടം പഠിക്കാനുള്ള അവസരമുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ് ആ മറുപടി ചോദ്യത്തിന്. പഠിക്കാൻ എത്ര കാലം എടുക്കും എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത്ര കാലമാണ്, കൃത്യമായിട്ട് പഠിക്കാൻ ഒരു ജന്മം മുഴുവൻ വേണ്ടി വരും. എന്നാലും അതിൻ്റെ ഏകദേശമൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് കാലം, എത്ര വർഷം വേണം, 6 or 8 വർഷം വേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത്തരത്തിൽ പഠനത്തിൽ എത്ര പേര് തയ്യാറാകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് എന്താണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. സംസാരത്തിലൂടെ, സംഭാഷണത്തിലൂടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് സുഖമായി ഭവിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. അതിലൂടെ ഈ സംഭാഷണത്തിൻ്റെ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്റർ കൊണാർക്ക് മന്ദിരമാണ്. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ ഉള്ള പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ, അദ്ദേഹം നടത്തിയ കൊണാർക്ക് ക്ഷേത്രത്തിലേക്കുള്ള ആ യാത്രയെക്കുറിച്ചിട്ടുള്ള ഒരു വർണ്ണനമാണ്. അതിൽ തന്നെ ഈ കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും അവിടേക്ക് അദ്ദേഹം പോയ യാത്രകളും ആ യാത്ര പോയ വഴിക്ക് അദ്ദേഹം കണ്ട കാഴ്ചകളും ഒക്കെയാണ് കൃഷ്ണശിലാസു നാട്യം എന്ന ഈ പാഠത്തിൽ വരുന്നത്. പുരിയിൽ നിന്നും കൊണാർക്കിലേക്കുള്ള യാത്രയാണ് ഇതിൽ വർണ്ണിക്കുന്നത്. ഇതതിൻ്റെ സംസ്കൃതം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മലയാളവും ഇവിടെ കൊടുക്കുന്നുണ്ട്. അവർ പോയ വഴിയിൽ കണ്ട കാഴ്ചകൾ, ആ നാടിൻ്റെ ഒരു ചെറിയ ചരിത്രം, ഇപ്പോൾ ആ നാട് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ വളരെ ഒരു എന്താ പറയുക, കുറച്ച് ഭാവാത്മകമായിട്ടാണ് ഈ ചാപ്റ്ററിലെ വർണ്ണനകൾ വരുന്നത്. അതേപോലെ നദീനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒഡീഷയിലെ വിശ്രുതയായിട്ട് പ്രതിഭാരെ, അവരുടെ ആഖ്യാത്ര്യ ഏഷാ നദി പ്രാചീ പ്രഭേദി കഥ്യത്തെ നാമികയ ആഖ്യ ഏഷാ നദി എന്നാണ്. ഒഡീഷായാ വിശ്രുതയ പ്രതിഭാരേ നാമികയ ആഖ്യാത്ര്യ ഏഷാ നദി പ്രാചീ പ്രഭേദി കഥ്യത്തെ. അപ്പം എന്താണ്, പ്രതിഭാരെ, ഈ നദിയെ പ്രാചീ പ്രഭ എന്നാണ് വിളിക്കുന്നത് എന്നും പ്രാചീ പ്രഭഹതി, അപ്പോൾ ആ നദിയെക്കുറിച്ചിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതിൽ പറയുന്നുണ്ട്. അതിലൊരു കവിത ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നൊക്കെ പറയുകയാണ്. കൂടാതെ തന്നെ ആ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ചകളും അവിടെ ഇപ്പോഴും പൂജ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതും, ഇത് ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിൽ എന്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൽ അവസാനിച്ച ഈ ഗ്രഹണപഥം
ജ്യോതിശാസ്ത്ര നിരീക്ഷകരെ സംതൃപ്തരാക്കിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം, 8ാമത്തെ പാഠഭാഗം അവസാനിക്കുന്നത്. അടുത്തത് 9ാമത്തെ പാഠഭാഗമായ സുഘടിത ഭാഷ എന്ന പാഠമാണ്. നമ്മുടെ സംസ്കൃത ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണിത്. പലതരത്തിലുള്ള ഭാഷകളുണ്ടെങ്കിലും ആധുനികമായിട്ട് യാന്ത്രിക ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട്, അത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താ പറയുക, ഈ കോഡിംഗ് അല്ലെങ്കിൽ യാന്ത്രിക ഭാഷ അതുമായി ബന്ധപ്പെട്ടിട്ട് കാണുന്ന കാര്യങ്ങളും സംസ്കൃതം അതിന് അനുയോജ്യമാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ശാസ്ത്രം എത്രത്തോളം സംസ്കൃതത്തെ നോക്കിക്കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതേപോലെ പാണിനീയ ഭാഷാവിജ്ഞാനം പാണിനീയ വ്യാകരണശാസ്ത്രത്തിലും മീമാംസാശാസ്ത്രത്തിലും അധിഷ്ഠിതമായി വർത്തിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സംസ്കൃതത്തിന് പ്രമുഖമായിട്ടൊരു സ്ഥാനം ഇവിടെ കൽപ്പിക്കുകയാണ് എന്നും പറയുന്നു. ഗവേഷണ കാര്യത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. പക്ഷേ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്കൊരു എസ്സേ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈ സുഘടിത ഭാഷ എന്ന 9ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇങ്ങനെ ഈ 3 പാഠങ്ങളോടുകൂടി ഈ ഏകകം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അവസാനത്തെ ഏകകത്തിൻ്റെ 3 ചാപ്റ്ററുടെ രത്ന ചുരുക്കം കാണാം. നന്ദി, നമസ്കാരം.